വെൽക്കം ടു മെഡ്സോൺ ഫസ്റ്റ് എയ്ഡ് സീരീസ് ഡേ 5. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങുകയാണ്, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, ഇത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അവർ ശ്വാസനാളിയിലാണ് കുടുങ്ങുന്നത്. അവർക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവർ പെട്ടെന്ന് അവിടുന്ന് എണീക്കുക, അവരുടെ നാല് പുറവും എന്തെങ്കിലും കസേരയോ അല്ലെങ്കിൽ മേശയോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അവിടെ പോയി നിന്ന ശേഷം അവരുടെ എപ്പിഗാസ്ട്രിക് റീജിയൻ എന്ന് പറയും, പൊക്കിളിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ റീജിയന് ഈ മേശയുടെയോ അല്ലെങ്കിൽ കസേരയുടെയോ മുകളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും അമർത്തി കൊടുക്കുക. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര നേരം അവരിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ചോദിച്ചാൽ അവരുടെ വായൻ്റെ അകത്തുള്ള ആ ഒരു വസ്തു പുറത്തോട്ട് വരുന്നത് വരെ അവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ സമയത്ത് അവർക്ക് ആശ്വാസം കിട്ടും, അവർക്ക് ശ്വാസം കിട്ടും ചെയ്യും ആ വസ്തു പുറത്തോട്ട് വന്നാൽ. ഇനി നമ്മൾ പുറത്തെവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ നമുക്ക് അടുത്ത് മേശയോ കസേരയോ ഒന്നും കിട്ടില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ ഇത്തരത്തിൽ വലത്തെ കൈ ഇത്തരത്തിൽ മുഷ്ടി ചുരുട്ടി പിടിക്കുക. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് ഇത്തരത്തിൽ വെച്ച് നമ്മുടെ എപ്പിഗാസ്ട്രിക് റീജിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പൊക്കിളിൻ്റെ മുകളിലുള്ള റീജിയനിൽ ഇത്തരത്തിൽ അമർത്തി കൊടുക്കുക. എത്ര നേരം നമ്മൾ ഇത്തരത്തിൽ അമർത്തി കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആ വസ്തു പുറത്തോട്ട് വരുന്നത് വരെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ തൊണ്ടയിൽ കൈയിട്ട് ആ വസ്തുവിനെ എടുക്കാൻ ശ്രമിക്കാൻ പാടില്ല, കാരണം ആ വസ്തു ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്, നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് സീരീസ് നമ്പർ 1 ഇത് എല്ലാവരും കാണാൻ ശ്രമിക്കുക, ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക.